ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ ആണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ. ഓക്കെ, ശരിക്കും ഫേസ് മോഡുലേഷൻ ഇന്ന് നമ്മൾ കവർ ചെയ്യില്ല. ഒരു 2-3 ലെക്ചേഴ്സ്, അറ്റ്ലീസ്റ്റ് 2 ലെക്ചേഴ്സ് വേണം നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ കവർ ചെയ്യാൻ. ഇങ്ങനെ സിലബസ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വി വിൽ ലേൺ അബൌട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ അതിനു മുൻപായിട്ട് ഈ ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ ആക്ച്വലി ബോത്ത് കംസ് അണ്ടർ എ കാറ്റഗറി നോൺ ആസ് ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷനും വരുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് ലേൺ അബൌട്ട് ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ. ഓക്കെ, Now, ഒരു കരിയർ സിഗ്നലിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ഓക്കെ, ദി ജനറൽ ഫോം ഓഫ് എ കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് നോർമലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. യു റെപ്രസെൻ്റ് ഇറ്റ് ആസ് എ സി കോസ് 2π FCT പ്ലസ് ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോം എഴുതുന്നത്. ഓക്കെ, ഇവിടെ യൂണിറ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ് ആണ്, റേഡിയൻസ് ആണ്. യൂണിറ്റ് ഓഫ് 2π FC എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻസ് തന്നെയാണ്. സോ ദിസ് ഇസ് ദ ജനറൽ ഫോം ഓഫ് എ കരിയർ സിഗ്നൽ. ഓക്കെ, നൗ ഇഫ് യു ടേക്ക് ദിസ് AC cos 2π FCT plus phi. Okay, this is equivalent to what? This is same as AC cos, നമുക്ക് ഇങ്ങനെ എഴുതാം, AC cos theta of t എന്ന് എഴുതാം. ഓക്കെ, വേർ ഈ തീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ആംഗിൾ ആണ്, ടോട്ടൽ ആംഗിൾ ആണ്. തീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടോട്ടൽ ആംഗിൾ. ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഹോൾ തിങ്ങിനെയാണ് നമ്മൾ ഈ ടോട്ടൽ ആംഗിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 2π FCT പ്ലസ് ഫൈ എന്ന് പറയും. ഓക്കെ, വേർ തീറ്റ ഓഫ് ടി റെപ്രസെൻറ്റ് വാട്ട്? ദ ടോട്ടൽ ആംഗിൾ. ഓക്കെ, സോ now we will define what is angle modulation. അപ്പോൾ angle modulation പറയുന്നത് if this total angle, ഈ total angle, this theta of t, if this total angle of the carrier changes according to the message signal, then it is called what? Angle modulation. Okay, ഈ total angle, ഈ carrier signalന്റെ ഈ total angle message signal അനുസരിച്ച് മാറുകയാണെങ്കിൽ ആ type of modulation ആണ് amplitude modulation എന്ന് പറയുന്നത്. So if you look, ഈ theta tക്ക് രണ്ട് പാർട്ട് ഉണ്ട് അല്ലേ? theta t has 2 part. ഒന്നെന്ന് പറയുന്നത് എന്താണ്? FC 2π FCTക്കകത്ത് FC എന്ന് പറഞ്ഞ പാർട്ടും ഉണ്ട്, പിന്നെ ഇറ്റ് ഹാസ് വാട്ട്? ദിസ് ഫൈ എന്ന് പറഞ്ഞ പാർട്ടും ഉണ്ട്. ഓക്കെ, നൗ ഈ FC ആണ്. ഓക്കെ, ഈ സപ്പോസ് ഇഫ് FC ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ മെസ്സേജ് സിഗ്നൽ, ദെൻ ആ ടൈപ്പ് ഓഫ് മോഡുലേഷനെ വി കോൾ ഇറ്റ് ആസ് ഫ്രീക്വൻസി മോഡുലേഷൻ. അതേസമയം ഈ തീറ്റ ഓഫ് ടിയിൽ ഈ ഫേസ് ഫൈ ആണ് മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നതെങ്കിൽ വി കോൾ ദാറ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആസ് വാട്ട്? ഫേസ് മോഡുലേഷൻ എന്നും നമ്മൾ പറയും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്ലാസിഫൈ ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ. സോ ഈ ടോട്ടൽ ആംഗിളിൽ ഇഫ് ആംഗിൾ മോഡുലേഷൻ, okay, if angle modulation occurs due to dependence of FC. Okay, FC ആണ് വേരി ചെയ്യുന്നത്, MT മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് FC ആണ് വേരി ചെയ്യുന്നതെങ്കിൽ, okay, then it is called, then that type of modulation, okay, it is called as ആംഗിൾ മോഡുലേഷനെ എന്തോ വിളിക്കും നമ്മൾ? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വിളിക്കും. വി കോൾ ഇറ്റ് ആസ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, ആൻഡ് ഇഫ് ആംഗിൾ മോഡുലേഷൻ occurs due to dependence of ഫൈ, ആ ഫേസ് ഡിഫറൻസ് കാരണം ആണ് നടക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഈ ഫൈ ഓൺ എം ഓഫ് ടി അനുസരിച്ച് ഫൈ ആണ് വേരി ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഫൈ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയേഷൻ ഓഫ് എം ഓഫ് ടി, ദെൻ കോൾഡ് ആസ് വാട്ട്? ദെൻ ദാറ്റ് ആംഗിൾ മോഡുലേഷൻ ഈസ് കോൾഡ് ആസ് ഫേസ് മോഡുലേഷൻ. So this is how we define frequency modulation and
phase modulation. Okay, now let's see in detail about frequency modulation. നമുക്ക് ആദ്യം frequency modulation തന്നെ പഠിക്കാം, then we will move on to phase modulation. frequency modulation അകത്ത് problems ഒക്കെ ചോദിക്കും, important ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒബ്ജക്റ്റീവ് എക്സാമുകൾക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ ഇക്വേഷനും എല്ലാം. സോ നൗ വി വിൽ ലേൺ അബൌട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം, കുറച്ച് നൊട്ടേഷൻസ് ഒക്കെ. സോ കാരിയർ സിഗ്നൽ ഉണ്ടല്ലേ, അപ്പോൾ കാരിയർ സിഗ്നൽ അനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ദാറ്റ് ഫ്രീക്വൻസി, കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സപ്പോസ് എഫ് സി ആണെങ്കിൽ ഈ എഫ് സി സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു വേരി അക്കോർഡിംഗ് ടു എം ഓഫ് ടി, ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഇസ് കോൾഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ആ കാരിയറിൻ്റെ ഫ്രീക്വൻസിയെ, ഓക്കെ, ലെറ്റ് മീ റെപ്രസെൻറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ്. സോ ലെറ്റ് ഫ്രീക്വൻസി ഓഫ് carrier signal before modulation, that means modulation സംഭവിക്കുന്നതിന് മുമ്പ്, ആ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരുന്നതിന് മുമ്പ് ഉള്ള നമ്മുടെ ഒറിജിനൽ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ ബിഫോർ modulation is represented by what? It is represented by fc, and let the frequency of carrier signal after modulation. Okay, that means ആ മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് ഫ്രീക്വൻസി മാറും. ഈ എഫ് സി ഒറിജിനലി എന്തായിരുന്നു? എ സി കോസ് 2π fct ആയിരുന്നു നമ്മുടെ ഒറിജിനൽ കാരിയർ സിഗ്നൽ ബിഫോർ മോഡുലേഷൻ. അങ്ങനെയുള്ള ഫ്രീക്വൻസിയാണ് എഫ് സി. നോ സപ്പോസ് ഇഫ് എഫ് സി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ മെസ്സേജ് സിഗ്നൽ, അപ്പോൾ ആ ഫ്രീക്വൻസി മാറും. സോ ലെറ്റ് ദാറ്റ് ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് ദാറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ ആഫ്റ്റർ മോഡുലേഷൻ, ഓക്കെ, ആഫ്റ്റർ മോഡുലേഷൻ, that will be represented as fi. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. ഈ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ ആഫ്റ്റർ മോഡുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ്, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സെയിം ആസ് വാട്ട്? ദ റിസൾട്ടൻറ്റ് എഫ് എം ഫ്രീക്വൻസി എന്ന് പറയും. ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്നും പറയും. സോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ പറയാം കേട്ടോ. ഒന്നുകിൽ കാരിയർ സിഗ്നൽ, ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നൽ ആഫ്റ്റർ മോഡുലേഷൻ, അതാണ് എഫ് ഐ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദ എഫ് എം സിഗ്നൽ ഫ്രീക്വൻസി, അല്ലേ? കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വന്നു കഴിയുമ്പം ദാറ്റ് മീൻസ് അവിടെ മോഡുലേഷൻ സംഭവിച്ചു. സോ അത് എഫ് എം സിഗ്നൽ ഫ്രീക്വൻസിക്ക് തന്നെ സെയിം ആണ് എഫ് ഐ. ഇനിഷ്യലി മോഡുലേഷൻ സംഭവിക്കുന്നതിന് മുമ്പുള്ള ഫ്രീക്വൻസിയാണ് എഫ് സി. വൺസ് മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പം വി വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ, അതിൻ്റെ ഫ്രീക്വൻസി ആണ് എഫ് ഐ എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്തത്. ഇനി ഈ എഫ് ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണോ? അല്ല. ഈ എഫ് ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു വേരി, അല്ല? ഈ എഫ് ഐ സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു വേരി according to the message signal, and it is no more a constant. ഈ fi എന്ന് പറഞ്ഞ ഫ്രീക്വൻസി അത് കോൺസ്റ്റന്റ് അല്ല. and we call this fi as instantaneous frequency എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. we call this fi as instantaneous frequency എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. and it is no more a constant because it is going to vary according to m of t, message signal. and now this instantaneous frequency fi can be written as, ഒറിജിനൽ ഫ്രീക്വൻസി എന്തായിരുന്നു? എഫ് സി ആയിരുന്നു, അല്ലേ? ആ എഫ് സി മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് മാറാൻ പോവാണ്. സോ ദാറ്റ് എഫ് സി ഈസ് ഗോയിങ് ടു വേരി അക്കോർഡിംഗ് ടു ദ മെസ്സേജ് സിഗ്നൽ. പക്ഷേ എം ഓഫ് ടി ജസ്റ്റ് എം ഓഫ് ടി അല്ല, കെ എഫ് ടൈംസ് എം ഓഫ് ടി ആയിട്ട് നമ്മുടെ ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസി മാറും. അത് മാറുമ്പോഴാണ് നമുക്ക് ഫൈനലി ആ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ആയ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി കിട്ടുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസി പ്ലസ് കെ എഫ് എം ഓഫ് ടി. ഓക്കെ, ഇപ്പോൾ ഈ ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഈ എഫ് ഐ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ഹേർട്സ്, എഫ് സി ഓൾസോ ഹേർട്സിലായിരിക്കും, ഈ എം ഓഫ് ടി എന്ന് പറയുന്നത് വോൾട്ടിലായിരിക്കും കേട്ടോ. എം ഓഫ് ടി വിൽ ബി വോൾട്ടിലായിരിക്കും, ദിസ് വൺ വിൽ ബി ഇൻ ഹേർട്സ്, ആൻഡ് ദിസ് ഇസ് ഓൾസോ വിൽ ബി ഇൻ ഹേർട്സ്. അപ്പോൾ നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കും കെ എഫിൻ്റെ യൂണിറ്റ്? because after all ഇത് ഫുൾ തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ഹേർട്സ്, ഇത് വോൾട്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? ഇറ്റ് വിൽ ബി ഹെർട്സ് പെർ വോൾട്ട് ആയിരിക്കണം. ഇറ്റ് വിൽ ബി ഹെർട്സ് പെർ വോൾട്ട് ആയിരിക്കും കെ എഫിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ കെ എഫ് എന്ന് പറയുന്നത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലും പഠിച്ചിരുന്നു. അവിടെ ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. ഇവിടെ കെ എഫ് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. എന്താണ് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി? ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി
ഓഫ് ദ ഫ്രീക്വൻസി മോഡുലേറ്റർ. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി മോഡുലേഷന് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോഡുലേറ്ററിൻ്റെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റിയാണ് KF എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് എന്താണ്? ഹെർട്സ് പെർ വോൾട്ട്. ഹെർട്സ് പെർ വോൾട്ട് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. നോർമലി ക്വസ്റ്റ്യനിൽ ഹെർട്സ് പെർ വോൾട്ട് ആയിട്ട് തരും, അല്ലെങ്കിൽ കിലോ ഹെർട്സ് പെർ വോൾട്ടായിട്ടും തരും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ സപ്പോസ് ഇഫ് KF എന്ന് പറയുന്നത് ഒരു 50 സേ ഇഫ് KF ഈസ് ഹാവിങ് എ വാല്യൂ 50 കിലോ ഹെർട്സ് പെർ വോൾട്ട്. ഓക്കെ, ഒരു തന്നിരിക്കുന്ന ഫ്രീക്വൻസി മോഡുലേറ്ററിൻ്റെ ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആയ KF 50 കിലോ ഹെർട്സ് പെർ വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? Suppose if the message signal is varying by 1 volt, if message signal varies by 1 volt, then the carrier frequency FC is going to change by 50 kilohertz. അതാണ് KFൻ്റെ ആ മീനിങ് എന്ന് പറയുന്നത്. മെസ്സേജ് സിഗ്നൽ 1 വോൾട്ട് മെസ്സേജ് സിഗ്നലിൻ്റെ വേരി ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ കരിയർ ഫ്രീക്വൻസി വേരി ചെയ്യത്തില്ലേ? പക്ഷേ എത്രയ്ക്കായിരിക്കും വേരി ചെയ്യുന്നത്? ഇറ്റ് വിൽ ചേഞ്ച് ബൈ 50 കിലോഹെർട്സ്. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിരിക്കുവാണ്. ഓരോ മോഡുലേറ്ററിനും നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വൺസ് അഗെയിൻ നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് വരാം. നമ്മളിപ്പോൾ എഴുതിയ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയാം. സോ ദിസ് വാസ് ദ ഇക്വേഷൻ വിച്ച് വി റോട്ട്. FI ഈസ് ഈക്വൽ ടു വാട്ട്? FC carrier frequency, original carrier frequency plus KF into M of T. Okay, now M of T 0 ആണെങ്കിൽ, ഓക്കെ, ഫോർ സപ്പോസ് മെസ്സേജ് സിഗ്നൽ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല മോഡുലേറ്ററിലേക്ക്, നമ്മൾ ഫ്രീക്വൻസി മോഡുലേറ്ററിലേക്ക് നമ്മൾ മെസ്സേജ് സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല. M of T 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി സെയിം ആസ് ദ കാരിയർ ഫ്രീക്വൻസി. കണ്ടോ, മോഡുലേഷൻ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസി തന്നെയായിരിക്കും മോഡുലേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി. എപ്പോൾ? മെസ്സേജ് സിഗ്നൽ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ. സപ്പോസ് ഇഫ് യു ആർ ഗിവിങ് എ മെസ്സേജ് സിഗ്നൽ, നമ്മൾ മെസ്സേജ് സിഗ്നൽ ഇൻക്രീസ് ചെയ്യുവാണ്, മെസ്സേജ് സിഗ്നൽ കൊടുക്കുവാണ്, ഇത്ര വോൾട്ട് വീതം ഇങ്ങനെ കൂടി വരുന്ന ഒരു മെസ്സേജ് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? M of T കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട്? FI ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി വിൽ ഓൾസോ വാട്ട്? ഇൻക്രീസ് അല്ലേ? അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്കൊന്നുകൂടി ജനറലൈസ് ആയിട്ട് പറയുവാണെങ്കിൽ M of T 0 ആകുവാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി വിൽ ബി സെയിം ആസ് കാരിയർ ഫ്രീക്വൻസി. ആൻഡ് സപ്പോസ് ഇഫ് M of T നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഇഫ് M of T ഈസ് ഇൻക്രീസ്ഡ് ടു സേ എ പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ FIയും കൂടും അല്ലേ? FI കൂടും. ആൻഡ് ഈ FI എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ FCയെ കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും. ഇതാണ് FCയുടെ വാല്യൂ. ഈ M of T ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും FI എന്തായിരിക്കും? FC പ്ലസ് സംതിങ് ആണ്. സോ FI വിൽ ബി ഗ്രേറ്റർ ദാൻ FC. ആൻഡ് സപ്പോസ് M of Tയുടെ വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ M of T പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ 0 എന്ന് പറയുന്ന മീനിങ് ഇതാണ്. സപ്പോസ് ഇതാണ് നമ്മളുടെ മെസ്സേജ് സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റ് ആണ് ദിസ് ഈസ് M of T. ഓക്കെ, ഈ ഒരു ഇൻസ്റ്റന്റ് ആണ്, ദിസ് ഇൻസ്റ്റന്റ് ഈസ് M of T ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ ഇത്രയും പോർഷൻ എന്താണ്? M of T പോസിറ്റീവ് ആണ്. M of T പോസിറ്റീവ്. Now this much portion is showing what? M of T നെഗറ്റീവ്. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി M of T നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ്? ഈ ഹോൾ തിങ് റിഡ്യൂസ്ഡ് ആവും അല്ലേ? ഒറിജിനൽ FCയിൽ നിന്ന് കുറയും. ബിക്കോസ് FC മൈനസ് ആവും M of T നെഗറ്റീവ് ആകുമ്പം. സോ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി എന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി വിൽ ബി ലെസ് ദാൻ FC. അപ്പോൾ മെസ്സേജ് സിഗ്നൽ കൊടുക്കുന്ന അനുസരിച്ച് കണ്ടോ ഒറിജിനൽ കാരിയർ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മുടെ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരും. സോ ഹിയർ ദ മെസ്സേജ് സിഗ്നലിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ, ദാറ്റ് മെസ്സേജ് സിഗ്നൽ വോൾട്ടേജ് വേരിയേഷൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു വാട്ട്? ദ ഫ്രീക്വൻസി. കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വേരിയേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു വാട്ട്? ഫ്രീക്വൻസി വേരിയേഷൻ. അപ്പോൾ ഇതാണ് FM സിഗ്നലിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി വേരിയേഷൻ, ഈ ഫ്രീക്വൻസി മോഡുലേഷനിൽ ശരിക്കും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർഷൻ ആണ്. കണ്ടോ, ഇവിടെ വോൾട്ടേജ് പോസിറ്റീവ് ആകുന്നു, നെഗറ്റീവ് ആകുന്നു, അന്നേരം എല്ലാം ഇവിടെ ഫ്രീക്വൻസിയാണ് മാറുന്നത്. കണ്ടോ, സോ ഈ FM സിഗ്നലിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി വോൾട്ടേജ് ടു. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. വോൾട്ടേജ് ഇവിടെ FM നടക്കുന്നത് എന്താണ്? വോൾട്ടേജ് ടു ഫ്രീക്വൻസി വേരിയേഷൻ ആണ്, ഓർ ഫ്രീക്വൻസി കൺവേർഷൻ ആണ് കേട്ടോ. വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർഷൻ ആണ് നടക്കുന്നത്. മെസ്സേജ് സിഗ്നൽ വോൾട്ടേജ് മാറുന്നതനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറും. സോ വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷനിലേക്ക് പോകാം. സോ ഞാൻ മുമ്പ് പറഞ്ഞ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് ലെറ്റ് മീ റൈറ്റ് ഇറ്റ് വൺസ് അഗെയിൻ. ഒരിക്കലും മറക്കരുത് ഇക്വേഷൻ.
ഇത് വെച്ചിട്ടാണ് നമ്മൾ പല കൺക്ലൂഷൻസും പറയുന്നത്. ഓക്കെ, KF ഇൻറ്റു M ഓഫ് T എന്ന് നമുക്ക് പറയാം. Now let us assume, നമുക്കിപ്പോൾ M of T എന്ന് പറഞ്ഞ ഒരു ജനറൽ സിഗ്നലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി M of T ഒന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം അനലൈസ് ചെയ്യാനായിട്ടൊക്കെ എളുപ്പം നമുക്കൊരു സൈനുസോയിഡൽ സിഗ്നലാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്നങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ, ലെറ്റ് M of T be a sinusoidal signal, a single tone signal, AM cos 2 pi FMT. Okay, let this be the ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ M of T. ഒന്നീ cos 2 pi FMT ഓർ sin 2 pi FMT, അത് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? യു വിൽ ബി ഗെറ്റിംഗ് എ സൈനുസോയിഡൽ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദിസ് ക്യാൻ AM cos 2 pi FMT ഓർ ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ AM ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് സൈഡിലേക്കും മൈനസ് AM ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് സൈഡിലേക്കും ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, now if M of T, this is the M of T signal. Now suppose if I am going to perform frequency modulation on this message signal, ഈ മെസ്സേജ് സിഗ്നലാണ് ഞാൻ ഫ്രീക്വൻസി മോഡുലേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു പെർഫോം ഫ്രീക്വൻസി മോഡുലേഷൻ യൂസിങ് ദിസ് മെസ്സേജ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? M of T വേരി ചെയ്യുന്നതനുസരിച്ച് എന്താണ്? FI വേരി ചെയ്യും അല്ലേ? M of T വേരി ചെയ്യുന്നതനുസരിച്ച് FI വേരി ചെയ്യും. അപ്പോൾ M of T കൂട്ടി ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പം ഈ FIയും കൂടി ഒരു മാക്സിമം വാല്യൂ എത്തും. അതുകൂട്ട് തന്നെ ഈ M of T കുറഞ്ഞ് ഏറ്റവും മിനിമം വാല്യൂ എത്തുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഈ FIയും കുറഞ്ഞ് നമുക്കൊരു മിനിമം വാല്യൂ എത്തും. സോ ഈ FI ക്യാൻ ടേക്ക് 2 വാല്യൂസ്. ഒന്നുകിൽ it can take a maximum frequency അല്ലെങ്കിൽ it can take a minimum value also. എപ്പോഴാണ് ഈ FI മാക്സിമം ആകുന്നത്? ഈ M of T യുടെ വാല്യൂ മാക്സിമം ആകുമ്പോൾ. ഓക്കെ, M of T, that means M of T എപ്പോഴാണോ ഇൻസ്റ്റന്റ് അറ്റ് വിച്ച് ദിസ് M of T becomes maximum, ആ ഇൻസ്റ്റന്റിൽ ഇവിടെയുള്ള ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കും. അപ്പോൾ M of T എപ്പോഴാണ് മാക്സിമം ആവുന്നത്? നോക്കിക്കേ, ഈ ഒരു പോസിറ്റീവ് പീക്കിലാണ് M of T മാക്സിമം ആവുന്നത് അല്ലേ? ദിസ് ഈസ് M of T. ഈ M of T മാക്സിമം ആവുന്നത് ഈ ഒരു പീക്കാണ്. അന്നേരമുള്ള വോൾട്ടേജ് ലെവൽ എത്രയാണ്? AM ആണ്. അതേകൂട്ടി ഈ M of T കുറഞ്ഞ് ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണ്? ഇവിടെയാണല്ലേ? അന്നേരമുള്ള വോൾട്ടേജ് വാല്യൂ എന്താണ്? -AM ആണ്. സോ M of T പോസിറ്റീവ് ആകുമ്പോൾ, when M of T is positive, നമുക്ക് മാക്സിമം ഫ്രീക്വൻസി കിട്ടും. FI will become maximum. ആ maximum frequency, okay, that maximum frequency is denoted as F maximum, and this is equal to FC plus KF into M of T the value എപ്പോൾ ആകും? മാക്സിമം പോസിറ്റീവ് വാല്യൂ ആയി ഈ ഇൻസ്റ്റന്റിൽ ഇങ്ങനെ കൂടി AM ആകുമ്പോഴത്തേക്കും we will get the maximum value. ഓക്കെ, മാർക്ക് ഇറ്റ് ആസ് നമ്പർ 1 ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് we are going to make another conclusion. Okay, now ഞാൻ പറഞ്ഞതുപോലെ M of Tയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? M of Tയുടെ വാല്യൂ വേരി ചെയ്യുവാണ്. M of T ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. M of T ഡിക്രീസ് ചെയ്ത് ഏറ്റവും നെഗറ്റീവ് പീക്കിൽ എത്തുമ്പോൾ we will get the minimum frequency value. So the minimum frequency value is denoted as what? F minimum. F minimum ആണ് മിനിമം ഫ്രീക്വൻസി വാല്യൂ. അതെപ്പോഴാണ് മിനിമം കിട്ടുന്നത്? ഈ M of T എന്ന് പറഞ്ഞ ഈ സിഗ്നൽ ഇങ്ങനെ കൂടിയിട്ട് പിന്നെ കുറഞ്ഞ് ഏറ്റവും മിനിമം ആകുന്നത് മിനിമം വാല്യൂ -AM ആണ് അല്ലേ? അന്നേരം -AM ആകുമ്പോൾ M of Tയുടെ വാല്യൂ -AM ആകുമ്പം we will get the minimum value of for this instantaneous frequency. ആ മിനിമം വാല്യൂവിനെ ഞാൻ F minimum വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ FI is equal to FC plus KF into, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇക്വേഷൻ എഴുതുന്നുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ഇക്വേഷനകത്ത് ഈ KF into M of T എന്ന് പറഞ്ഞാൽ ഈ ടേം ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിങ് വാട്ട്? ദിസ് ടേം ഈസ് റെപ്രസെൻറ്റിങ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ. ഓക്കെ, ഈ ടേമിന് പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. സോ ഐ ക്യാൻ ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞ ടേം. സോ ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ is what? KF into M of T ആണ്, and it is represented as delta F. Okay, I am going to represent this frequency deviation as what? Delta F. Okay, we maximum frequency deviation, ഈ ഫ്രീക്വൻസി കണ്ട FC ഡീവിയേറ്റഡ് ആവുന്നു ബൈ വാട്ട് എമൗണ്ട്? KF M of T. ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടല്ലേ? സോ ആ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷനെയാണ് ശരിക്കും ഫ്രീക്വൻസി ഡീവിയേഷൻ ഓർ ബൈ ഡിഫോൾട്ട് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ KF
ഇൻറ്റു എം ഓഫ് ടി, കെ എഫ് ഇൻറ്റു എം ഓഫ് ടി മാക്സിമം എപ്പോഴാവുന്നു അതാണ് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കെ എഫ് ഇൻറ്റു എം ഓഫ് ടി ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിംഗ് ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഈ കെ എഫ് ഇൻറ്റു എം ഓഫ് ടി മാക്സിമം ആകുമ്പോൾ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിംഗ്ലി മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ കിട്ടും. ഓക്കെ, സോ ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്തോളൂ കേട്ടോ. Okay, now so maximum frequency deviation delta f is nothing but kf, after all ഒരു കോൺസ്റ്റന്റ് ആണ്. kf നെ പുറത്തെടുക്കാം. എപ്പോൾ എം ഓഫ് ടിയുടെ വാല്യൂ മാക്സിമം ആകുന്നോ അന്നേരം ഉള്ള കറസ്പോണ്ടിങ് ഡീവിയേഷൻ ആയിരിക്കും എന്ത്? മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഒരു സൈനുസോയിഡൽ സിഗ്നൽ, നൗ ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ നോക്കുവാണെങ്കിലോ, ഫോർ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് പറയാം, ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ, ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ എം ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സൈനുസോയിഡൽ സിഗ്നൽ ആകുവാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് എം ഓഫ് ടി എന്തായിരിക്കും? എം ഓഫ് ടിയുടെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു സൈനുസോയിഡൽ സിഗ്നൽ ലെറ്റ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ബി എ എം. സോ മാക്സിമം വാല്യൂ ഓഫ് എം ഓഫ് ടി ഇൻ കേസ് ഓഫ് എ സൈനുസോയിഡൽ സിഗ്നൽ, ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? എ എം ആയിരിക്കും അല്ലേ? എന്തായിരിക്കും? എ എം ആയിരിക്കും. സോ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് എം ഓഫ് ടി സൈനുസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എ എം ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ എം ആണെങ്കിൽ ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ ഐ ക്യാൻ റൈറ്റ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആസ് കെ എഫ് ഇൻറ്റു എ എം, ദാറ്റ് മച്ച് ഹെർട്സിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് നോക്കുക. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഏത് എം ഓഫ് ടി സിഗ്നൽ എടുത്താലും ഇത് വാലിഡ് ആണ്. ഇനി വൺസ് എം ഓഫ് ടി സിഗ്നൽ സൈനുസോയിഡൽ ആകുവാണെങ്കിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഫോർ എം ഓഫ് ടി സൈനുസോയിഡൽ signal, maximum value of m of t will be the maximum amplitude. അത് am ആണെങ്കിൽ am. ഓക്കെ, ആ കേസിൽ ഫ്രീക്വൻസി ഡീവിയേഷൻ ഇത് വരും. സോ ദിസ് ഈസ് ഫോർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. ദിസ് ഈസ് ഫോർ സൈനുസോയിഡൽ സിഗ്നൽ. ഓക്കെ, ദിസ് ഈസ് ഫോർ വാട്ട്? സൈനുസോയിഡൽ സിഗ്നലിനാണ് ഈ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1 and 2 നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, വാട്ട് വാസ് ദ ഇക്വേഷൻ 1 and 2? 1 and 2 നമ്മൾ ഇങ്ങനെ എഴുതി. ഇവിടെ ഞാൻ കെ എഫ് ഇൻറ്റു എ എമ്മിന് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷൻ്റെ ടേംസിൽ എഴുതുവാണ്. ഓക്കെ, കെ എഫ് ഇൻറ്റു എ എം എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. സൈനുസോയിഡൽ സിഗ്നൽ ആണ്. സൈനുസോയിഡൽ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എം ആണ്. അപ്പോൾ ഈ ഒരു ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 and 2നെ ഞാൻ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് കെ എഫ് ഇൻറ്റു എ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. കെ എഫ് ഇൻറ്റു എ എം റെപ്രസെൻറ്റ്സ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ. സോ വി ക്യാൻ റൈറ്റ് 1 and 2. 1 and 2 ഇക്വേഷനൊപ്പം എന്തായിരിക്കും? ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ, again ഞാൻ എടുത്തു പറയുന്നു, ജനറൽ സിഗ്നൽ അല്ല, ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ, ഫോർ എ sinusoidal signal, I can write the maximum frequency F maximum as Fc, carrier frequency, plus kf into am, which is delta f. Or F minimum frequency, I can write it as Fc minus delta f, because ഡെൽറ്റ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. അതാണ് എന്ത്? കെ എഫ് ഇൻറ്റു എം എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു സൈനുസോയിഡൽ സിഗ്നലിന് ഉള്ള മാക്സിമം ആൻഡ് മിനിമം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ്. ദിസ് ഓൾസോ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്കൊരു മറ്റൊരു കൺക്ലൂഷനും കൂടി നമുക്ക് എടുക്കാം. അതായത് ടോട്ടൽ ഫ്രീക്വൻസി സ്വിങ്, ഒരു റിസൾട്ടൻ്റ്, ആ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയ റിസൾട്ടൻ്റ് എഫ് എം സിഗ്നലിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി ഡീവിയേഷൻ, ടോട്ടൽ ഫ്രീക്വൻസി സ്വിങ്. ഓക്കെ, ഈ ഇത് ന്യൂമറിക്കലിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും. ടോട്ടൽ ഫ്രീക്വൻസി swing of the resultant, okay, of the resultant FM signal. FM signal can be found out by maximum, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ഫ്രീക്വൻസി ഇല്ലേ, ദാറ്റ് മൈനസ് ദ മിനിമം ഫ്രീക്വൻസി. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് മൈനസ് ഓഫ് എഫ് സി മൈനസ് ഡെൽറ്റ എഫ്, ദാറ്റ് മൈനസും മൈനസും കൂടി പ്ലസ് ആവും, മൈനസ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി പോകുമ്പോഴത്തേക്കും വാട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 ഡെൽറ്റ എഫ്. സോ ഇത് ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ഇത് സൈനുസോയിഡൽ സിഗ്നൽ ആണ് കേട്ടോ. ഇതും എഗെയിൻ ഫോർ സൈനുസോയിഡൽ സിഗ്നൽ ആണ്. വേറൊരു സിഗ്നൽ വരുവാണെങ്കിൽ, ട്രയാങ്കിളോ അല്ലെങ്കിൽ ഒരു മിക്സഡ് സിഗ്നലൊക്കെ വരുവാണെങ്കിൽ വ്യത്യാസമാണ്. സോ ഞാൻ ഒന്ന് പറയാം. ഫോർ എ സൈനുസോയിഡൽ, എഗെയിൻ ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ വാട്ട്? ഫോർ എ സൈനുസോയിഡൽ സിഗ്നൽ, ഇഫ് ദേ ആസ്ക് യു വാട്ട് ഈസ് ദ മാക്സിമം ഓർ ദ ടോട്ടൽ ഫ്രീക്വൻസി സ്വിങ്, ഓക്കെ, എഫ് എം മോഡുലേറ്റഡ് സിഗ്നൽ total frequency swing of
FM modulated signal. Okay, that FM modulated signal is 2 delta F ആണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. സോ നമ്മൾ ആദ്യം പഠിച്ച ഇൻസ്റ്റന്റീനിയസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഓർക്കുക. ദെൻ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്താണെന്ന് ഓർക്കുക. അത് മെസ്സേജ് സിഗ്നൽ സൈനസോയിഡൽ സിഗ്നൽ ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഡീവിയേഷൻ, വാട്ട് ഈസ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, വാട്ട് ഈസ് ദ മിനിമം ഫ്രീക്വൻസി ഡീവിയേഷൻ, ആൻഡ് ദെൻ ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ടോട്ടൽ ഫ്രീക്വൻസി സി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ FM സിഗ്നലിൻ്റെ നമ്മൾ FM സിഗ്നൽ എന്താണെന്ന് മാത്രമേ ഇപ്പോൾ പഠിച്ചുള്ളൂ. ഈ FM സിഗ്നലിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതിനുശേഷം വി വിൽ ലേൺ അബൌട്ട് PM ഓൾസോ. താങ്ക് യു.